back to yet another episode of Home Tour. അതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഹലോ ഹായ് നമസ്കാരം. യു ആർ വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ഐ ആം ഗദാഫി. ഹോം ടൂറിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ആക്ച്വലി വൈറ്റിലെയുള്ള ഏരൂരുള്ള സ്ഥലത്തെ ഒരു ഫ്ലാറ്റിന്റെ 4ാമത്തെ നിലയിലാണ്. ഫ്ലാറ്റിന്റെ പേര് ഞങ്ങൾ പറയത്തില്ല, പക്ഷേ ഫ്ലാറ്റിന്റെ അകത്തുള്ള ആളുടെ പേര് ഞാൻ ഇപ്പോഴേ പറയാം. വരദയുടെ ഫ്ലാറ്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വളരെയധികം റീസെൻ്റ്ലി ആണ് ആൾ ഇങ്ങനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചത്. ആ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടറിയാൻ പോവാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ. അപ്പോൾ ഞാൻ വളരെ ഐശ്വര്യത്തോട് കൂടിയിട്ട് കോളിംഗ് ബെൽ അമർത്താണ്. ചേച്ചി ഉണ്ടാകുന്നത്. ചേച്ചി സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ അഭിനയിക്കും, പക്ഷെ നമ്മൾ ആ അഭിനയം നമ്മൾ തല്ലി പൊളിച്ചു കൊടുക്കാം. സർപ്രൈസ്! അഭിനയിച്ചേച്ചി മൈക്ക് പിടിച്ചോ. സർപ്രൈസ് ആയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ മൈക്ക് കൊടുക്കും ആദ്യം. ഞാൻ ഞെട്ടിപ്പോയായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് നല്ല അഭിനേത്രിയാ, സീരിയലിൽ ഓവറാക്കുന്ന പോലെ എന്നെ ഇത് ഓവറാക്കുന്നൊക്കെ. അല്ല, ഗദ്ദാഫി ഉള്ളപ്പോ മിനിമം ഇത്രയെങ്കിലും ഓവറാക്കിയിരിക്കും. മോശമല്ലേ? ചേച്ചി ഇരുന്നോ? ഒന്നും വേണ്ട ഇരുന്നോ. ഫോർമാലിറ്റി വേണ്ട. ചേച്ചി ഇരുന്നോ? ദൈവമേ, സുഖമായിട്ടിരിക്കുന്നില്ലേ? അടിപൊളിയായിട്ട്. ടീച്ചർ കാണുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരുടെ മുഖം എന്നറിയോ? നമ്മളുടെ ഉപ്പും മുളകും സീരിയലല്ലേ, അതായത് ശിവാനി ഇല്ലേ? ശിവാനിയുടെ പോലെ ഉണ്ടെന്ന് ചേച്ചിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അധികം കണ്ടിട്ടില്ല. എവിടെ കൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന അയ്യേ, പുറംതിരിഞ്ഞ് നടക്കുമ്പോ ചിലപ്പോ ശരിയായിരിക്കും ചേച്ചി. ഇതിന്റെ താഴെ ഞാൻ കമന്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതെ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു തൃശ്ശൂർ മാറ്റർ ഇവിടെ വിടാം. ഞാൻ കഴിഞ്ഞ ദിവസം ഏറിയും താഴെ ഇറങ്ങിയുള്ളൂ. അല്ല, നിനക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറാൻ അവസരം കിട്ടുന്നുണ്ടല്ലോ, സ്വയം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞാൻ അതിനൊരു അവസരം ഉണ്ടാക്കി തന്നതാ. നന്നായി. കുറച്ച് കാലമായിട്ട് എന്നെ കുറിച്ച് ആരും ഒന്നും അറിയാണ്ടിരിക്കുക. അപ്പൊ നേരെ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇതൊരു പറഞ്ഞ പോലെ കോളിലൊക്കെ സൃഷ്ടിക്കണം നമ്മള്. കോളികളൊക്കെ അല്ലേ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മാസം ആവണുള്ളൂ താമസം തുടങ്ങിയിട്ട്. ഒരു ചെറിയൊരു മീഡിയ പേഴ്സൺ എന്നല്ല, ആക്ച്വലി എന്റെ സുഹൃത്തുക്കൾ പോലും ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല. കാരണം പണികളൊക്കെ ഇന്നലത്തോടു കൂടിയാണ് എല്ലാം അവസാനിച്ചത്. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് എന്റെ ഫാമിലി, മമ്മി പപ്പ കൊച്ചൊഴിച്ച് ഫസ്റ്റ് വരുന്നത് ഗദ്ദാഫിയാണ്. ചേച്ചിന് വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോ ചേച്ചി പറയണം, അത് ആദ്യമായിട്ട് ഇവിടെ വന്നറിയോ ഗദ്ദാഫി അവന്റെ ഐശ്വര്യം ചേച്ചി പറയണം. ഞാൻ ഇതിന് ഒരു സ്റ്റിക്കർ ചെയ്ത് വെക്കാനായിട്ട് പ്ലാൻ ഗദ്ദാഫി വീടിന്റെ ഐശ്വര്യം. അങ്ങനെ പറയരുത്, അങ്ങനെ പോവരുത്. തുടക്കത്തില് ഞാൻ തളർന്നു, ചേച്ചി എന്നെ തളർത്തി. ചേച്ചി എന്തെങ്കിലും എനിക്ക് കഴിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ തന്നിട്ട് എന്റെ ക്ഷീണം മാറണം. ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വെച്ചേനെ. ഞാൻ ഇച്ചിരി പച്ചവെള്ളം. ചേച്ചി പച്ചവെള്ളം നന്നാലും എനിക്ക് അമൃതായിരിക്കും. ഓ, മിഠായി തരാം. മിഠായി ഇത് നമ്മുടെ ലിവിംഗ് ഏരിയ. അതെ, ലിവിംഗ് കം ഡൈനിങ് എല്ലാം കൂടെ ഒരുമിച്ചാണ്. ചെറിയ, ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ എല്ലാം മിനിമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചേച്ചി, ഞാൻ തുടക്കത്തിലേ പറയാം, തൃശ്ശൂരിനെ പോലെ തോന്നിയില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വീട് കിടിലായിട്ടുണ്ട്. ഫ്ലാറ്റ് അടിപൊളിയായിട്ടുണ്ട്. ക്യൂട്ട് ആൻഡ് സിമ്പിൾ എന്നൊക്കെ പറയത്തില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇതില് നമ്മളുടെ കയറി വരുമ്പോ ഉള്ള ഒരു സോഫ ഏരിയയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നാണ് നമ്മൾ ചേച്ചിയുടെ സീരിയലൊക്കെ കാണാൻ പോകുന്നത്. തൊട്ട് മേലെ നമ്മുടെ ഈശോ ഉണ്ട്. ഇവിടെ നിന്നിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറ്. പ്രാർത്ഥിക്കണമെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കാം, പക്ഷെ നമുക്ക് ആ പണി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. ചേച്ചിക്ക് സത്യക്രിസ്ത്യാനിയല്ലേ? സത്യക്രിസ്ത്യാനി, പക്ഷെ പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ ഇവിടെ ഞാനില്ല. ഞാനിവിടെ എനിക്ക് ഹാർഡ്ലി ഒരാഴ്ച, ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ താമസിച്ചിട്ടില്ല, ഒരാഴ്ച തികഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് മുട്ടുകുത്തി മാറ്റി നമ്മൾ ഈശോനെ നോക്കി നന്മ അറിഞ്ഞ മറിയുമേ ചൊല്ലാൻ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ല, വെഞ്ചരിക്കണമെന്ന് പള്ളിയിൽ അച്ഛൻ വന്ന് ചൊല്ലിയായിരുന്നു. അതിൽ പിന്നെ അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല. കട്ടല്ല, ഇത് മറ്റേ നമുക്കിവിടെ വലിയ മറ്റേ ടീപ്പോയുടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ടീപ്പോയ വേണമെങ്കിൽ ഇങ്ങോട്ട് വിടാം, അല്ലെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്യാം. ഇരിക്കാം, അതായത് ഇത്രയല്ലേ ഉള്ളൂ സ്പേസ്. അപ്പം അത് വേണമെങ്കിൽ ഇങ്ങോട്ട് നീക്കിയിരിക്കാം കംഫർട്ടിന്. അല്ല, അത് ഇതില് കണ്ടില്ലേ, ഇതിനും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇരിക്കാം, വേണമെങ്കിൽ നമുക്ക് അവിടെ ഇട്ടിട്ട് കാലിങ്ങനെ അങ്ങനെ കയറ്റിയൊക്കെ വെച്ചിരിക്കാം. ഇവിടെ ചെറിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കൊച്ചിൻ്റെയൊക്കെ. ഞാനും അതെ, അമ്മയും മോനും. ഈ ആഴ്ചത്തെ ഫോട്ടോയിലൊക്കെ ചേച്ചി വേറെ ലെവലാണല്ലോ. നീ സൂക്ഷിച്ചോക്കടാ പോയിട്ട്.
ഞാനോ? ആ പക്ഷെ ഭയങ്കര ഭംഗിയുള്ള പോലെ ഒരു തെറ്റുകാരന ഒരു ശാലീന സൗന്ദര്യം ഉണ്ടെന്ന്. ചേച്ചിനെ യൂഷ്വലി ചേച്ചി ഇച്ചിരി മോഡേൺ അല്ലേ, അതിൽ ഇച്ചിരി ശാലീന സൗന്ദര്യം. അത് ഓണത്തിനെടുത്ത ഫോട്ടോ, അതുകൊണ്ട് ഇച്ചിരി ശാലീനയായത്. അതാണ് ശാലീനത. ശാലീനത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് സ്പേസിലേക്കോ അല്ലെങ്കിൽ ഡൈനിങ് സ്പേസ് മാടി വിളിക്കുന്നു. അതെ, ഇത് ചെറിയൊരു ഡൈനിങ് സ്പേസ്. ഇവിടെ ഇരുന്നിട്ടാണ് ചേച്ചി എനിക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി. അതെ, ബിരിയാണി ഞാൻ വാരി തരുവാടാ നിനക്ക്. ഞാൻ ഇവിടെയാണ് ഇവിടെ ഈ മറ്റേ സംഭവം ബാംബു, ലക്കി ബാംബു നമ്മളുടെ വീട്ടിലുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലക്കി ആയിരിക്കും എന്ന് പറയുന്നത് കേൾക്കാം. ഭയങ്കര ലക്കി ആവുന്നു. ലക്കീന്റെ മാത്രല്ല, ഇത് എന്തോ ഓക്സിജന്റെ. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇവിടെ എപ്പോഴും ആളില്ല, അപ്പൊ അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി ഇരിക്കട്ടെ. ഇത് മാത്രമാണ് ഒരു ലിവിങ് സാധനം ഇതിനകത്തുള്ളത്, വേറെ ഒന്നുമില്ല. നമുക്ക് സ്ഥിരമായിട്ട് ചെടികളൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഉണ്ടാവില്ല വെള്ളം നനയ്ക്കാനായിട്ട്. അപ്പൊ പിന്നെ ഇതാവുമ്പോ വെള്ളത്തിനകത്താണല്ലോ വെക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. സത്യത്തിൽ ഒരു ഞാൻ 4-4.5 വർഷമായിട്ട് എറണാകുളത്ത് റെന്റിന് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം തൃശ്ശൂര് വീട്ടിൽ നിക്കും, ഇവിടെ നിക്കും. പിന്നെ വർക്കൊക്കെ എറണാകുളത്ത് ഉണ്ടാവുക. അപ്പം ഞാൻ അങ്ങനെ ഹോട്ടലിൽ അധികം അങ്ങനെ താമസിക്കുന്ന ആളല്ല. പിന്നെ എറണാകുളത്ത് സെറ്റിൽ ആവാന്നുള്ളതായിരുന്നു ഒരാഗ്രഹം. അത് മാത്രല്ല, പിന്നെ കുറച്ചും കൂടെ നമ്മളിപ്പോ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഇവിടെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കൊച്ചിനെയും ഇവിടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം. എനിക്ക് മനസ്സിലായി, കണ്ണു കുറച്ചു നേരമായിട്ട്. പക്ഷെ അവിടെ ഫുൾ ഇല്ല, കുറെ സാധനം തൃശ്ശൂരാ. കാരണം ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട്. ഇനിയിപ്പോ വല്ല സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലൊരു പള്ളിയിലെ ഇവിടെയും കൂടെ ഒരു സാധനം വെക്കും. അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ വീട്ടിലാ. തൃശ്ശൂർ ഇത് മൊത്തം അമ്പലക്ക്, ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം അമ്പല. ഏഷ്യാനെറ്റിന്റെ അതിന്റെ കുറച്ച് സാധനം ഇവിടെ വെച്ചു, ബാക്കി എല്ലാം ബെസ്റ്റ് ആക്ട്രസാ. പോപ്പുലർ ആക്ട്രസ് ഈ 2 കാറ്റഗറിയിലുള്ളതാണ്. ഏഷ്യാനെറ്റിന്റെ നടുക്കിരിക്കുന്നത് മറ്റേ ഇതിന്റെ പ്രണയത്തിന്റെ പോപ്പുലർ ആക്ട്രസ്. എനിക്ക് അറിയില്ല. ഇവിടെയാണ് നമ്മളുടെ വാഷ് ഏരിയ വരുന്നത്. അതെ അതെ, അതൊന്നും അറിയാൻ അതൊന്നും കാണിക്കണ്ട. അത് കുറച്ച് ഇവിടെ ഇത് പക്ഷെ മുടി നോക്കാൻ ചേച്ചി നല്ലതാ. മിററൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നോക്കായിരുന്നു ടിക്ടോക്ക് ഒക്കെ എടുക്കാൻ നല്ലതാണ്. ടിക്ടോക്കിലെ റീൽസ്. പിന്നെ ഇവിടെ സ്വിച്ച് ഇട്ട പിന്നെ ലൈറ്റ് കത്തും. അല്ല, സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തും, പൈപ്പ് തുറന്ന വെള്ളം വരും. ഇതിലൊക്കെ വെറുതെ വെച്ചാൽ അല്ലല്ല, ഇതിനകത്തൊക്കെ സാധനങ്ങളുണ്ട്. ഇത് ഞാൻ എങ്ങനെ കഴിയാതെ എങ്ങനെ എത്ര പൊടിയായത് എനിക്കറിയില്ല. ഇതാണ് നമ്മളുടെ എക്സ്പ്ലോർ ചെയ്യണ്ട ചെറിയൊരു കിച്ചൺ ആണ്. ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം എക്കണോമിക്കലി ചെയ്തിട്ടുള്ള സാധനമാണ്. അധികം വലിയൊരു ഇതിന്റെ ലക്ഷറിയസ് അല്ല, മൊത്തം എക്കണോമി. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു സ്ഥലം. പിന്നെ നമ്മൾ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, ചേച്ചി പിന്നെ എന്ത് പ്രശ്നം ഇതുപോലെ ശല്യമായിട്ട് ഞങ്ങൾ ആരെങ്കിലും വന്നാലേ. അതെ, വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കാവുള്ളൂ. 1 മണിക്കൂർ ചേച്ചി മാക്സിമം ചേച്ചി അടിച്ച് പുറത്താക്കുകയും ചെയ്യും. അങ്ങനെയൊന്നുമില്ല. ഗദ്ദാഫിനെ പോലെ ഒരാളൊക്കെയാണ് കുഴപ്പമില്ല. ചേച്ചി കണ്ട എല്ലാവരും ഇതുപോലെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ഗദ്ദാഫി ഇസ് ഗുഡ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഗദ്ദാഫി ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കമന്റ് ഒന്നും ഇടരുത്. ആക്ച്വലി ഗദ്ദാഫി ഷർട്ട് ഇച്ചിരി തുറന്നിടുന്നുള്ളൂ, നല്ല മനസ്സാ. അല്ല, എന്നെ കുറച്ചേരം മുമ്പ് അവിടെ ഞാൻ തൃശ്ശൂർ പറഞ്ഞപ്പോ എന്നെ ചെറുതായിട്ട് എന്തോ പറഞ്ഞ പോലെ തോന്നി. അത് ഞാൻ ഓർത്തപ്പോ ഇങ്ങനെ തിരിച്ചു. ഞാനൊരു കാര്യം പറയാം, വാർഡ്രോബാണ് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ആ കാര്യം മറക്കാൻ വേണ്ടിട്ടല്ല, വേറെ കാര്യം ഇട്ടതാ. നല്ല ഈ കിച്ചന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് വാർഡ്രോബാ അല്ലേ. ഞാൻ മൊത്തം വൈറ്റ് ആഷ് തീമിലാണ് മൊത്തത്തില്. ഓവനൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ. നമ്മൾ ഒന്നിനും കുറച്ചിട്ടില്ല. അടക്കളിച്ചിരി കുറവാണെങ്കിലും ഇവിടെ 2 ഫ്രിഡ്ജ് ഉണ്ട്. ഇത് വാഷിംഗ് മെഷീൻ ആണോ? ഫ്രിഡ്ജ് പോലെ തോന്നി എനിക്ക്. ദൈവമേ, ഇത് വാഷിംഗ് മെഷീനാ. ഓക്കെ, അവിടെ ഫ്രിഡ്ജ് ഉണ്ട്. വാർഡ്രോബ് തുറക്കട്ടെ ചേച്ചി? വിശാലമായ ഷോറൂം ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ, മാറ്റേണ്ടതൊക്കെ മാറ്റിയില്ല.
എനിക്ക് ഗ്ലാസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. പലതരം ഗ്ലാസ്സുകൾ രണ്ടേ രണ്ട് ആൾക്കാർ ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 100-150 ഗ്ലാസ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജ്യൂസ് ഗ്ലാസ്, വൈൻ ഗ്ലാസ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം, മരണിയത്. അതിനകത്ത് വെള്ളം കാപ്പിയൊക്കെ ഒഴിച്ചു വെക്കാം. പക്ഷെ രണ്ടുപേർക്ക് തികച്ചില്ല. അതൊക്കെ ഭംഗിക്ക് വെച്ചേക്കുന്ന സാധനം. മറ്റേ വിസ്കി ഗ്ലാസ്, ബിയർ ഗ്ലാസ്, വെള്ളത്തിന്റെ ഗ്ലാസ്, കോഫി ഗ്ലാസ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഗ്ലാസ്സുകളും അതിനകത്തുണ്ടാവും. ചേച്ചി പറയുമായിരുന്നു പറഞ്ഞ പോലെ കുക്കിംഗ് ഇച്ചിരി പാടുള്ള ആളാ, പക്ഷെ വൃത്തിയാക്കാൻ ആളെ കഴിഞ്ഞുള്ളൂ. അതേപോലെ തന്നെ നല്ല പ്ലേസ്ഡ് ആയിട്ട് എല്ലാം കറക്റ്റ് പ്ലേസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചേച്ചിക്ക് സമാധാനമായില്ല. നമ്മളെ ഫ്രണ്ട് ചെയ്യുന്നത് എന്തെടുത്തായിരുന്നു? ജ്യൂസ് ആണോ, ഷേക്ക് ആണോ, പച്ചവെള്ളം തരാളാന്ന്? ഇതാ ഒന്നും തന്നില്ലാന്ന് വേണ്ട. ഇവിടുന്ന് അവന് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. നിനക്ക് ഞാൻ ടാങ്ക് വേണമെങ്കിൽ കലക്കാം. വേണ്ട വേണ്ട, കലക്കണ്ട, കലങ്ങിയിരിക്കുക. എല്ലാവർക്കും ചോക്ലേറ്റ് പോകുമ്പോ തരാട്ടോ. എല്ലാം വെച്ചിട്ടുണ്ട്. വേണ്ട വേണ്ട, ഉമാർക്ക് കൊടുക്കണ്ട, അശോകന് ക്ഷീണമാകാം. അല്ല, ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ വരുമ്പം ചപ്പാത്തിയുടെ ഒരു പാക്കറ്റും ബ്രെഡിന്റെ ഒരു പാക്കറ്റും മുട്ട ഇതൊക്കെ ഉണ്ടാവും. മിനിമം ചപ്പാത്തിയും ദാലൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ഉണ്ടാക്കി തരും. അപ്പൊ ഈ ഫ്രിഡ്ജൊക്കെ ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ പോവാ? ഫ്രിഡ്ജ് ഓൺ ആയിരിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മി ചോദിക്കും നിനക്ക് അത് ഓഫ് ചെയ്ത് ഇട്ടൂടെന്ന്. പക്ഷെ അതൊരു മാനസിക രോഗമാണ്. അത് മാത്രം ഓൺ ആക്കിയിട്ടിരിക്കും. മുട്ടയുണ്ടാവും, മുട്ടയുണ്ട്, വെള്ളം ഉണ്ടായിരിക്കും, ചോക്ലേറ്റ് ഉണ്ടായിരിക്കും. ഇതൊക്കെ സ്ഥിരമാണ്. നമ്മൾ ഇതിന്റെ മേലെ അടുക്കളയിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ സ്പീക്കറിൽ മ്യൂസിക് കേട്ടിട്ട് ഒരു ജോഗം ഉണ്ടാവും. മ്യൂസിക് കുക്ക് ചെയ്യാറില്ലെന്ന് എനിക്കറിയാം. കുക്ക് ചെയ്യാ ഇവിടെ പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ. ഗദ്ദാഫി ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യണല്ലോ. കൊറേ നേരം കുക്കിംഗ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, കുക്കിംഗ് മാത്രല്ല, സിനിമ കാണുമ്പോഴായാലും ഇപ്പൊ എപ്പോഴും ടി വി അല്ലല്ലോ. ഇപ്പൊ റൂമിനാണെങ്കിൽ ഈ സ്പീക്കറിൽ കണക്ട് ചെയ്ത് കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ കണ്ടോ ടീച്ചറെ കിച്ചണൊക്കെ നോക്കി എല്ലാം കറക്റ്റ്. ഇതെപ്പോഴും അങ്ങനെ ആയിരിക്കുള്ളൂ. എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടമല്ല. കറക്റ്റ് സ്പേസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഒരു സാധനം മാത്രം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് ഇവിടെ തുടയ്ക്കുന്ന ഒരു തുണിയുണ്ട്. അത് മാത്രം ഞാൻ ഒളിപ്പിച്ചു വെച്ചു നിങ്ങൾ വരുന്നത് പ്രമാണിച്ച്. ബാക്കി എല്ലാം കറക്റ്റ് പ്ലേസിൽ. മറ്റേ ഇടിക്കുന്ന മറ്റേ അമ്മിയൊക്കെ ഉണ്ട്. കള്ളന്മാര് വന്നു കഴിഞ്ഞാൽ അവരുടെ തലക്കേറിയ. അതിന് മാത്രമല്ല എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞ നല്ല കിച്ചൺ. ചേച്ചി പറഞ്ഞ ഒരു പൊടിക്ക് പോലും ഇല്ല. ഒരു പൊടി പോലും ഇല്ല. എന്റെ ബേസിക് ഒരു എന്താ നോക്കിച്ച വൃത്തി കൂടല്ല പണ്ട്. മമ്മി പറയും മാനസിക രോഗമാണെന്ന്. അതിന്റെ ഒരു അങ്ങനെ അസുഖം എന്നല്ല, അങ്ങനെയാണ് എല്ലാവരും പറയാൻ. ഇടക്കിടക്ക് കൈ കഴുകണം. കൈ മാത്രം കഴിയത്തുള്ളൂ, കുളിക്കാറില്ല. അത് വേറെ കാര്യം. എടുത്തല്ലോ, സ്വയം എടുത്തല്ലോ. ഞാനിങ്ങനെ ഇവിടെ തുമ്പോളം വന്നു. പിന്നെ ഇതൊരു ആൾക്കാര് കാണുന്ന സ്ഥലമല്ല. ഞാൻ അങ്ങനെ കാണിച്ചിട്ട് ഇനി വേണ്ട എന്ന് വിചാരിച്ചപ്പോ സ്വയം ഏറ്റെടുത്തൊന്ന് നന്നായി. ആൾക്കാർ പുറത്ത് ആൾക്കാർ തരുന്നുണ്ട് ആട്ടും തുപ്പും കിട്ടി ഗദ്ദാഫിയുടെ ജീവിതം ഇനി ബാക്കി. ഇല്ല ഇപ്പൊ പൊതുവെ നല്ല അഭിപ്രായം ചേച്ചി. സുരേഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ആ പുള്ളിക്കാണ്, ആ പുള്ളി ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തേക്ക് പോയാലോ? അല്ല, ഞാനപ്പോ എനിക്ക് മറ്റേ പേര് ഓർമ്മ വരും. രമ്യല്ലേ? അത് എന്തിന്റെ അസുഖമായിരുന്നു എനിക്കറിയില്ല. ചേച്ചി ബെഡ്റൂമിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് നമുക്ക് ഒരാളെ മെൻഷൻ ചെയ്യണം. അതായത് ഈ വീട് ഇത്രയും സുന്ദരമായിട്ട് കിടക്കുന്നതിന് പിന്നിലുള്ള കറുത്ത കരങ്ങളെ നമ്മൾ വ്യക്തമാക്കേണ്ട സമയമാണ്. അത് തൃശ്ശൂരുള്ള ഒരു ടീമാണ്. ആക്ച്വലി എന്റെ ഫ്രണ്ട് കുട്ടു എന്ന് പറഞ്ഞിട്ട്, നിജോ ഫോട്ടോഗ്രാഫറാണ്. അവന്റെ ഫ്രണ്ടാണ് സെയ്തു എന്ന് പറഞ്ഞിട്ട്. അവരാണ് ഇത് ഈ ഒരു ലെവലിലാക്കിയത്. അർമാരിയോസ് ഇന്റീരിയേഴ്സ് എന്നാണ് അവരുടെ പേര്. മറക്കണ്ട, അർമാരിയോ ഇന്റീരിയേഴ്സ്. അവരാണ് ഇതിങ്ങനെ ചെയ്തു തന്നെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഏറ്റവും സിമ്പിൾ ആയിട്ട് എത്രയും സിമ്പിൾ ആക്കാമോ അത്രയും സിമ്പിൾ ആക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ സിമ്പിൾ ആയാലും അത്യാവശ്യം നമുക്ക് ഭയങ്കര രസമായിട്ട് ചെയ്തു. രണ്ട് ബെഡ്റൂം ഓൺലൈൻ ഫ്ലാറ്റ്. 2 ബെഡ്റൂം, AC ഒക്കെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് AC ഒക്കെ ഇട്ട് വെച്ചത്. കിടന്ന് സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നീ ഇവിടെ കിടക്കും, ഞാൻ ഈ റൂം കൂട്ടും. നീ എപ്പോ പുറത്തു പോകണം ഞാൻ തീരുമാനിക്കും. ചെറിയൊരു ഇത് ഇപ്പൊ തൽക്കാലം ഗസ്റ്റ് റൂം എന്നോ, അതായത് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മമ്മിയും പപ്പയും വരും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടെ വലുതാവുമ്പോ വാവയുടെ റൂം ഇതാക്കും. ഇത് നമ്മൾ കർട്ടൻസ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, ബ്ലൈൻഡ്സ് ആണ്. ബ്ലൈൻഡ്സ് തുറന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചവും ആവശ്യത്തിന് കിട്ടും. വരില്ല, വെളിച്ചം വരും. കാറ്റ് വരണമെങ്കിൽ നമ്മള് ജനലും കൂടെ തുറക്കണം. ഇത് തുറന്ന്
സമാധാനായില്ലേ വളരെ വളരെ പറ്റിക്കൂട്ടായില്ലേ, ആശ്വാസല്ലേ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നല്ല ഞാൻ ഇതൊന്നും തുറക്കാറില്ല, കാരണം ഇവിടുന്ന് നേരെ പുറത്തോട്ടേക്ക് അപ്പുറത്തെ ഫ്ലാറ്റിലേക്കാ കാണാം. അപ്പം അപ്പല്ലേ തുറക്കണ്ടേ ചേച്ചി, അവിടെ ഫ്ലാറ്റ് കാണുമല്ലോ. നീയല്ല എന്നാണ് അവിടെ കൊള്ളാവുന്ന വേണ്ട അവിടെ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി അവിടുത്തെ ഫ്ലാറ്റിലുള്ളവരൊക്കെ വിചാരിക്കും ഞാൻ ഭയങ്കര വാങ്ങിക്കാണ്. വേണ്ട, ഇല്ല, ഞാൻ അങ്ങനെയൊന്നും അല്ല. ഞാൻ എപ്പോഴും അടച്ചിട്ടിരിക്കും, ഞാൻ അങ്ങോട്ട് നോക്കില്ല. കുടുംബിനിയായ സ്ത്രീയാ, കുടുംബിനിയാണെങ്കിലും നല്ല സ്ത്രീയാണ്. നല്ല പില്ലോ, നല്ല ബെഡ്ഷീറ്റ് കേട്ടോ. കാണുമ്പോ തന്നെ നമുക്ക് കയറി കിടക്കാൻ തോന്നും, പക്ഷെ കിടക്കുന്നില്ല, സമ്മതിക്കത്തില്ല. ഇവിടെ ചെറിയൊരു ടിപ്പോയ് പോലെ ഉണ്ട്. എല്ലായിടത്തും സൈഡ് ടേബിൾ ഇവിടെ. ഇത് മൊത്തത്തില് 2 ബെഡ്റൂമിലും ഇതുപോലത്തെ എല്ലാം തല തിരിച്ചിട്ടുള്ള ഇതാണ്. സീരിയൽ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ഇവിടാണോ വെച്ചേക്കുന്നത്? അതിനകത്തും കുറെ ഉണ്ട്, കുറച്ചുണ്ട്. സീരിയലിലെ കുറെ സാധനങ്ങൾ അതിന് ഞാൻ കൊടുത്തു. ഞാൻ മിക്കവാറും ഒരു സീരിയൽ കഴിയുമ്പോ സാധാരണ എല്ലാവരും എടുത്തു വെക്കില്ലേ, ഞാൻ ആൾക്കാർക്ക് കൊടുക്കും. ചേച്ചിയുടെ ഒരു സാധനം എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ബേസിക്കലി എല്ലാവരും കുറെ കാലം സീരിയലിന്റെ ആൾക്കാർ പ്രത്യേകിച്ചും കുറെ കാലം ഇങ്ങനെ കീപ്പ് ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു ക്വാളിറ്റി ഇച്ചിരി കുറവാ, കാരണം ഞാൻ കൊടുക്കും. ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെയല്ല, ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കും. ഇപ്പൊ ചില ആൾക്കാര് ചോദിക്കുമ്പോ കോട്ടൺ സാരികളൊക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ അതങ്ങനെ തന്നെ കൊടുക്കും. സീരിയൽ ആക്ടറിന്റെ ഇനി ആരുടെയെങ്കിലും മറ്റേ ഹോം ടൂർ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് വാർഡ്രോബ് എന്റെ വാർഡ്രോബ് ചെയ്യാൻ ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന സ്ഥിരം യൂസ് ചെയ്യുന്ന അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഈ പോളിസ്റ്റർ എന്തോ പറയില്ലേ, ഷിഫോൺ സാരീസ് ഇല്ലേ, അതൊഴിച്ച് ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വല്ലപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സാരീസ്. ചുരിദാർ ഇല്ല. ഞാനിപ്പോ റീസെന്റ് സീരിയസ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാബ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അവര് എനിക്ക് അറിയുന്ന ഒരു ടീമാണ്. അവരെനിക്ക് തന്നതായത്, അതുകൊണ്ടാണ് ഇതെങ്കിലും ഇല്ല. അത് തൃശ്ശൂരുള്ള ഒരു ടീമാണ്. അപ്പൊ അവരുടെ അതിനു വേണ്ടി അവർ എനിക്ക് 2 ചുരിദാർ തന്നോണ്ട് 2 ചുരിദാറുണ്ട്. ഇതല്ലാണ്ട് എന്റെ ചുരിദാർ ഇല്ല. എനിക്ക് ചുരിദാർ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇട്ടപ്പോ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വേണമെങ്കിൽ ഒരു 3-4 ചുരിദാർ വേണമെങ്കിൽ വാങ്ങിച്ചു തയ്ക്കാം. അല്ല, ഇതിനകത്ത് ഇപ്പം പില്ലോസ് ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നണേ. ഞാൻ ഏതെങ്കിലും കോസ്റ്റ്യൂംസ് ഉണ്ടോ? പില്ലോസ് ബെഡ്ഷീറ്റ്സ് ഒക്കെയാണ് അതിനകത്ത്. ഇതുപോലത്തെ സാധനങ്ങളായിരിക്കും. ഓർണമെന്റ്സ് കുറെ ഉണ്ട്. ഓർണമെന്റ്സ് വർഷങ്ങളായിട്ടുള്ള സാധനങ്ങളാണ്. അതെ, അതില് ഇത്രയും ഓർണമെന്റ്സ് ഞാൻ ഒട്ടും ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്ന ആളല്ല. ബേസിക്കലി ഒരു സ്റ്റഡാണ്. ഇന്നാണ് ഞാൻ കുറച്ചു നാളിന് ശേഷം ഇത്രയും പോകുന്നത്. ചെറിയൊരു സ്റ്റഡ്, ഇത് അത്രേ ഉള്ളൂ. പൊന്നും കൊടുത്തിന് എന്തിനാ ചേച്ചി പൊട്ട്? അതെങ്ങനെയുണ്ട്? സന്തോഷായി. കൊറിഡോറിലേക്ക് പോയാലോ? കൊറിഡോറിൽ ആദ്യം പോലെ. ശരി. അയ്യോ, ഇത് കൊറിഡോർ അല്ലേ? ഇത് ചെറിയൊരു ബാൽക്കണി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സീൻ പിടിക്കാം. ഇവിടെ വരെ നിന്നാൽ മതി, അവിടെ കൂടിയുണ്ട്. ഇവിടെ നിന്ന് സീൻ പിടിക്കാമല്ലോ. ഇവിടെയൊക്കെ കണ്ടില്ലേ? ഞാൻ ബുദ്ധിപരമായിട്ട് ഇത് ചെയ്തു, സ്റ്റിക്കർ വർക്ക് ചെയ്തു. അപ്പൊ പിന്നെ പുറത്തേക്കകത്തേക്ക് അങ്ങനെ കാണില്ലല്ലോ. ചെക്കന്മാരൊക്കെ ഉണ്ടോ അടുത്ത ഫ്ലാറ്റുകളിൽ? ആക്ച്വലി എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ഒരു ദിവസം ഒരാളെ ഞാൻ കണ്ടായിരുന്നു. കുഴപ്പമില്ല. ചേച്ചി, ബെഡ്റൂമിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് നമുക്ക് ഒരാളെ മെൻഷൻ ചെയ്യണം. അതായത് ഈ വീട് ഇത്രയും സുന്ദരമായിട്ട് കിടക്കുന്നതിന് പിന്നിലുള്ള കറുത്ത കരങ്ങളെ നമ്മൾ വ്യക്തമാക്കേണ്ട സമയമാണ്. അത് തൃശ്ശൂരുള്ള ഒരു ടീമാണ്. ആക്ച്വലി എന്റെ ഫ്രണ്ട് കുട്ടു എന്ന് പറഞ്ഞിട്ട്, നിജോ ഫോട്ടോഗ്രാഫറാണ്, അവന്റെ ഫ്രണ്ടാണ് സെയ്തു എന്ന് പറഞ്ഞിട്ട്. അവരാണ് ഇത് ഈ ഒരു ലെവലിലാക്കിയത്. അർമാരിയോസ് ഇന്റീരിയേഴ്സ് എന്നാണ് അവരുടെ പേര്, മറക്കണ്ട. അർമാരിയോ ഇന്റീരിയേഴ്സ് അവരാണ് ഇതിങ്ങനെ ചെയ്തു തന്നെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഏറ്റവും സിമ്പിൾ ആയിട്ട് എത്രയും സിമ്പിൾ ആക്കാമോ അത്രയും സിമ്പിൾ ആക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ സിമ്പിൾ ആയാലും അത്യാവശ്യം നമുക്ക് ഭയങ്കര രസമായിട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ബെഡ്റൂം. അല്ല, എനിക്ക് അങ്ങനെ ജിമ്മന്മാരെ വലിയ താല്പര്യമില്ല. ഫിറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ജിമ്മൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കുഴപ്പമില്ലാത്ത കുറച്ച് പേരുണ്ട്. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഹോം ടൂർ ചെയ്യാറുണ്ട്. അങ്ങനെ വേണ്ട, താല്പര്യമില്ല. എന്നെ അത്യാവശ്യം നല്ല പേരാണ് എനിക്കുള്ളത്, അത് കളയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം, അതായത് എന്റെ റൂം. ഇവിടെയാണ് നമ്മൾ വരുന്ന സമയത്ത് കിടക്കാറ്. അതേ പില്ലോ, അതേ
പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ് സെയിം കളർ പില്ലോ സെയിം കളർ ബെഡ്ഷീറ്റ് അല്ലേ? അതേ പില്ലോ എന്ന് പറഞ്ഞപ്പോ അതും ഇതും തമ്മിൽ പില്ലോ അല്ലേ ഇത്? അതെ. ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, മാഞ്ചാടി പോകുന്ന ഫോട്ടോ. അതെന്ത് ഫോട്ടോ അത്? അങ്ങനെയൊന്നുമില്ല, ഭംഗി കണ്ടപ്പോ. ഭംഗിക്ക് വെച്ചത്. ഇവിടെ ഇത് ഞാൻ അലങ്കോലാക്കിയതല്ല, ഇത് ഗദ്ദാഫിയുടെ ബാഗ്, അതവനെ ഒളിപ്പിച്ചു വെച്ചതാണ്. ഞാൻ എന്റെ ബാഗ് വേണമെങ്കിൽ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും എന്റെ ബാഗ് കാണാൻ താല്പര്യമുണ്ടായിരിക്കും. ഇത് എന്റെ ബാഗാണ്, ഗ്രീൻ ബാഗ്. ഓ, താക്കോലൊക്കെ ഉണ്ട്. ഇത് എന്ത് പൂട്ടാനുള്ളതാണെന്ന് എനിക്കറിയില്ല. ഫാഷനാ ചേച്ചി. ആണോ? ഞാൻ വിചാരിച്ചു നിന്റെ വായടക്കെങ്കിലും ഒന്ന് പൂട്ടിടാൻ വേണ്ടിട്ട്. സോറി. അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ക്രീമൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് എന്ത് ബോഡി ക്രീം ആണോ? അത് ബോഡി ലോഷൻ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് വെച്ചൊരു ബോഡിയിലേക്ക് ഇടാം. പെട്ടെന്നൊന്നും പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ലോക്ക് ഇങ്ങനെ ലോക്ക് മാറ്റ്. ബോഡി ക്രീം കണ്ട അപ്പൊ ഞാൻ ഇടും. ഇത് വെനൂസിയ എന്ന് പറയുന്നത് നല്ല ബ്രാൻഡ്. നല്ല എക്സ്പയറി ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ? കുഴപ്പമില്ല. മണമില്ലട്ടോ ഇതിന്. ഇല്ല, മണം. ഞാൻ ഫ്രേഗ്രൻസ് അധികം മണമല്ല, ബോഡി ലോഷൻ പിന്നെ മണത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ആണോ? ഞങ്ങളൊക്കെ മോയ്സ്ചറൈസ് ചെയ്യാനാണ്. മോയ്സ്ചറൈസറും ചെയ്യാം, പിന്നെ ബോഡി ക്രീം. ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്തോ. എന്താ ഇത് നല്ല പെർഫ്യൂം ആണ്. വരദ. അല്ല, വരദ അത് ബ്രാൻഡ് MYUP എന്നാണ് ബ്രാൻഡിന്റെ പേര്. ആ പെർഫ്യൂം അപ്പൊ ഈ വരദ റീലാകുന്നു. അവര് കസ്റ്റമൈസ് ചെയ്ത് തന്നിരിക്കുന്നതാ. ഓ, ഫ്രൂട്ട് പിഞ്ച് ആണല്ലോ. ഫ്രൂട്ട് പഞ്ച് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഫ്രൂട്ട് പഞ്ച് എന്ന് പറഞ്ഞാൽ പഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് വെച്ചിട്ടാണ്. ഇവിടെ അടിക്കട്ടെ. അടിച്ചോ, നീ എന്തായാലും എല്ലാതും കഴിട്ട് വരും. അപ്പൊ പിന്നെ അങ്ങ് തന്ന പ്രശ്നമില്ല. നല്ല നിങ്ങൾക്ക് ക്യാമറയിൽ കിട്ടത്തില്ലല്ലോ. ഞാൻ പിന്നെ നല്ലല്ലേ, എനിക്ക് ഇഷ്ടമുള്ളൊരു. അധികം നീ അടിക്കണ്ട, തീർക്കണ്ട. അവിടെ ഇപ്പൊ തന്നെ ഒരു 5-6 ആരെങ്കിലും നമ്മളുടെ സാധനം എടുത്ത് അടിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു നെഞ്ചിലൊരു ആന്തലല്ലേ, പ്രത്യേകിച്ച് സ്പ്രേ അല്ലേ? ചേച്ചിക്ക് ഇച്ചിരി ആന്തിയാ ചെറുതായിട്ട്. അല്ലെ, ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എവിടെ ചെന്നാലും ഞാൻ സ്പ്രേ അടിക്കും. പിന്നെ നിവിയുടെ ലിബാമൊക്കെ ഇരിപ്പുണ്ടോ? ഞാൻ നിവിയുടെ ലിബാമ യൂസ് ചെയ്യുന്നത്. സേമിച്ച് പിച്ചോ ഞാൻ വേണ്ട. ഇവിടെ നിന്നാണ് നമ്മൾ റെഡി ആകുന്നത് അല്ലേ? ഈ കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സൗന്ദര്യം കൂടുതൽ തോന്നിക്കും. കുറച്ചധികം തോന്നാറുണ്ട്. തെറ്റുകാരനെ പുറത്തേക്ക് ഇറങ്ങി വേറെ കണ്ണാടി നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നത്തില്ല. ഈ വാർഡ്രോബ് തുറക്കണോ ചേച്ചി? ഈ വാർഡ്രോബില് കോസ്റ്റ്യൂംസ് ഉണ്ടാവും. നമ്മൾ അമ്പലയിൽ ഉപയോഗിച്ച കോസ്റ്റ്യൂം ഉണ്ട്. ഇല്ല, അമ്പലയിലുള്ളത് ഇതിനകത്ത് 2 ഇത് സാരി ഉണ്ട്. ഇത് ഞാനിപ്പം ഇവിടെ എനിക്ക് പില്ലോസ് ഒരു 3-4 വേണം. അപ്പൊ നിങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് ഇത് വെച്ചത്. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ, സാരി, അങ്ങനത്തെ വല്ലപ്പോഴെങ്കിലും ഞാൻ ഉടുക്കുന്ന സാരി ഇത്രയേ ഉള്ളൂ. ചേച്ചി അത് ചേച്ചി ഒളിപ്പിച്ചു വെച്ചേക്കാണല്ലേ? അത് ഇച്ചിരി എക്സ്പെൻസീവ് അല്ലേ? അതല്ലേ ഉള്ളിലേക്ക് എടുത്ത് വെച്ചത്. കൂൾ വാട്ടർ ഉണ്ട്. കൂൾ വാട്ടർ, ബോസ് ഒക്കെ ഉണ്ട്. കുറച്ച് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതാ? എനിക്ക് എല്ലാ ഇഷ്ടമുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇതാണ് ഇഷ്ടമല്ലാത്തത്. കൂൾ വാട്ടർ ആണ് കമ്പാരിറ്റീവ്ലി അത്ര. അതിന് പക്ഷെ നല്ല റേറ്റ് ഉണ്ടല്ലോ. ഇഷ്ടമല്ലെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ചേച്ചി കാശ് മുടക്കി വാങ്ങിച്ച സാധനങ്ങൾ. പിന്നെ കുറച്ച് ബുക്സ് ഉണ്ട്. വെറുതെ ഭംഗിക്കാണോ അല്ലെങ്കിൽ വായിക്കാറുണ്ടോ? ഇവനെ ഞാൻ ശരിയാക്കി എടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഒതുക്കി അങ്ങ് വന്നിട്ടല്ലോ, അതാണ്. പക്ഷെ ചേച്ചി നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ടല്ലോ. ഇത് നീ എത്ര കൊല്ലം കഴിഞ്ഞ് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. സാധനങ്ങൾ മാറുമെന്നല്ലാതെ ഒതുങ്ങി തന്നെ ഇരിക്കുള്ളൂ. ഇവിടെ 2 ഭാഗത്തായിട്ട് 2 സൈഡ് ടേബിൾസ് ഉണ്ട്. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് അല്ലേ? 2 അറ്റാച്ച്ഡ് ആണ്. അത് തുറക്കണ്ട. അതിനകത്ത് ഞാനിപ്പോ സാധനങ്ങളൊക്കെ ഞാൻ എന്റെ പെട്ടികളൊക്കെ ഇവര് വരുന്നത് പ്രമാണിച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ബാത്റൂമിലാണ്. പിന്നെന്താണ് ഒരു ഇതിനകത്ത് മുഴുവൻ അതിപ്പോ എല്ലാം അകത്ത് പോയി. കൊറേ നെയിൽ പോളിഷുകളും സാധനങ്ങളൊക്കെ എന്നാ ഞാനിപ്പോ ഇടാറുമില്ല. പക്ഷെ അവിടെ വെക്കാറുണ്ട്. ചില ആൾക്കാർ നെയിൽ പോളിഷ് എന്ന് പറയത്തില്ല, നെയിൽ പോളിസ്റ്റർ എന്ന് പറയത്തുള്ളൂ. ഇല്ല, എനിക്ക് ഇച്ചിരി ബോധം വിവരമൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ 10:20 മുതൽ. അപ്പോഴാണല്ലോ ഞാൻ ചേച്ചിനെ കണ്ടേ. അവിടെ ഒരു ഇതുണ്ട്, അത് കണ്ടില്ലല്ലോ നീ? അല്ല, ഫോട്ടോ നേരത്തെ ഫ്രെയിം നേരത്തെ അവിടെ പറഞ്ഞപ്പോഴാണ് ബട്ടർഫ്ലൈസ് പറക്കുന്നു. സാധാരണ പെമ്പിള്ളേർ എന്നെ കാണുമ്പോഴാണ് അവരുടെ വയറ്റിൽ നിന്ന് ബട്ടർഫ്ലൈസ് പറക്കുക. നിർത്തി. ചേച്ചി മോശമൊന്നുമല്ലോ ചളി പറയാൻ. ചാനൽ തുറന്ന സമയത്ത് ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത് അല്ലേ? ഇതിലും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പിന്നെങ്കിലേ ഉള്ളൂ. അല്ല, എന്റെ ഇപ്പൊ ചെയ്യുന്ന ഷോസിൽ അത്രയും കുറയാൻ പറ്റില്ല. ശ്രേഷ്ഠമാരായതുകൊണ്ട്. ചേച്ചി കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഹോം ടൂർ ഈ പറഞ്ഞ പോലെ നല്ല ക്യൂട്ട് ആൻഡ് സിമ്പിൾ വീടായിട്ടുണ്ട്. ചുമ്മാ വെറുതെ നോക്കി പറയുന്നതല്ല, എല്ലാം കറക്റ്റ് സ്ഥലത്ത് പ്ലേസ്ഡ് ആണ്. പൊടിക്ക് പോലും കാണാൻ പറ്റുന്നില്ല, പൊടിയുടെ പൊടി പോലും കാണാൻ പറ്റുന്നില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആൾക്കാർ വിചാരിക്കും ഞാൻ ചുമ്മാ തള്ളുവാണെന്ന്.
എനിക്ക് പൊടി അലർജിയാണ്. ഞാൻ പൊടി കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തുമ്മി തുടങ്ങും. അതുപോലെ ക്രീം സ്മെല്ലില്ല എന്ന് പറഞ്ഞ് ചില ക്രീമിന്റെ സ്മെല്ല് എനിക്ക് അലർജറ്റിക് ആണ്. ഞാൻ അതിന് അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ക്രീമുകൾ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെർഫ്യൂംസ് അതുകൊണ്ടാണ് നോക്കി മാത്രം സെലക്ട് ചെയ്യുന്നത്. ചില പെർഫ്യൂംസ് സ്മെല്ല് ഞാൻ തുമ്മി തുടങ്ങും. പൊടി പ്രശ്നം, അതുകൊണ്ടാണ് എപ്പോഴും നീറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ചേച്ചി ഉപയോഗിച്ചേക്കുന്ന വേഴ്സാച്ചിയുടെ സ്പ്രേ ആണോ? അല്ല, നീ മറ്റേ MYOPയുടെ ആദ്യം നീ മൊത്തത്തിൽ അതിൽ കുളിച്ചേക്കണോണ്ടൊന്നും മനസ്സിലാവാത്ത അതെടുത്തിട്ട് അത് നല്ല അത് സ്മെല്ല് എനിക്ക് ആ വേഴ്സാച്ചിയുടെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ചേച്ചി പിന്നെ ഓടിക്കുന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ലേഡീസ് അല്ലേ? ലേഡീസിനൊന്നുമില്ല. പെർഫ്യൂം ഞാൻ കൂടുതലും ജെൻസിന്റെ പെർഫ്യൂം യൂസ് ചെയ്യുന്നതാണ്. പെർഫ്യൂം എന്നല്ല, ഡിയോ ഒക്കെ ഇല്ലേ, ഞാൻ ജെൻസിന്റെ കൂടുതൽ യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഭയങ്കര ഒരു സ്മെൽ ഉണ്ടല്ലോ, KSന്റെ ഗോൾഡ് ഒക്കെ ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്മെൽ. എനിക്ക് നേരെ തിരിച്ചാ, എനിക്ക് ഫ്രൂട്ട് സ്മെല്ലുള്ളതാ എനിക്ക് ഇഷ്ടം. എനിക്ക് ഫ്രൂട്ട് സ്മെൽ അധികം ഇഷ്ടമല്ല. എനിക്ക് ഫ്രൂട്ട് സ്മെല്ലുള്ള ഇഷ്ടം. അതാണ് പ്രശ്നം. ഇങ്ങോട്ട് നമുക്ക് ഒരു മാച്ച് ഇല്ലല്ലോ, നമ്മൾ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് അട്രാക്ട്സ്. അതാണ് ചേച്ചി മറ്റേ കാര്യം പറ, ഇന്റർവ്യൂ എടുത്തതിൽ ഏറ്റവും നല്ല ഇന്റർവ്യൂ ആയിരുന്നു അത് സത്യമാണ് പറഞ്ഞത്. അതായത് ഇത്രയും നാൾ ഇന്റർവ്യൂ എടുത്തതില് ഇത്രയും നമ്മളെ കുറിച്ച് എല്ലാം അറിഞ്ഞ് പഠിച്ച് വന്ന് ചെയ്തതില് ഞാൻ ഗദ്ദാഫിനെ മാത്രമേ കണ്ടു. ചേച്ചി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ദൃശ്യനെ പോലെ ഇല്ലെന്ന്, ചുമ്മാ പറഞ്ഞതാ. എവിടെ കൊണ്ടൊക്കെ എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ചേച്ചി ദൃശ്യനെ പോലെ ഉണ്ട്. ഇത് ഞാൻ തഞ്ചാവൂരിൽ നിന്ന് മേടിച്ചാണേ. ഇളക്കോ പെണ്ണ് തല? പിന്നെന്താ, വൈ നോട്ട്? ഇളകടി പ്ലീസ്. ഇളക്കം കൂടുതലാണല്ലോ. അത് ഗദ്ദാഫിനെ കണ്ടോണ്ടാ. ഇത് 2-3 മൊട്ടത്തലയന്മാര് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ടീമാണ്. ഇതൊക്കെ അവന്റെ കളിപ്പാട്ടം. അത് അവന്റെ സാധനങ്ങൾ. അവന് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വീട്ടിലേക്ക് മാറിയപ്പോ അവൻ അറിയാണ്ട് കുറെ സാധനം ഞാൻ വല്ലവർക്കും കൊടുത്തിട്ട് ഇച്ചിരി മാത്രം കൊണ്ടുവന്നത്. ചെറിയ പിള്ളേർ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഈ ഫ്ലാറ്റ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പാടില്ല. അവൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവൻ അവന്റെ സാധനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. മറ്റെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിയിട്ട്. ഇല്ല, ഞാൻ പറയും വാവേ, അവനെ വാവേന്നാ വിളിക്കാം. വാവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇല്ല മമ്മ വാ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ എന്നൊക്കെ പറയും. അതുകൊണ്ട് അവൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. സുന്ദരനായിട്ടുണ്ട് ഫോട്ടോയില്. അവനിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തിന്റെയോ പ്രൈസ് കിട്ടുന്ന ഫോട്ടോ. അവന്റെ ബർത്ത്ഡേയുടെയും പിന്നെ ഗ്രാജുവേഷൻ ഈ അടുത്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ അല്ല, KG ഗ്രാജുവേഷൻ ഉണ്ട്. നീ ഏതിലോത്ത ജീവിക്കണം? ഞാനിപ്പോ ഞെട്ടിക്കൊണ്ടിരിക്കുക. നമ്മള് KG കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഇതൊന്നും ആരും അറിഞ്ഞില്ല. ഇവിടെ KG കഴിഞ്ഞപ്പോ ഗ്രാജുവേഷൻ ഒക്കെ വൻ പരിപാടി, തലയിലെ തൊപ്പി. പിന്നെ 1947 അവൻ പഠിച്ചത്. നിന്റെ വർഷം ഞാൻ ചോദിച്ചില്ലല്ലോ. ദൈവമേ, ഇവൻ അടി മേടിച്ചിട്ട് അടിക്കില്ലെന്ന് എനിക്കറിയാം. വെറുതെ തോന്നുക. വെറും തോന്നലെന്നില്ല. ഞാനുണ്ടല്ലോ. ചേച്ചി ഒരുപാട് സന്തോഷം ഇതുപോലെ ഹോം ടൂർ ചെയ്യാൻ പറ്റിയതില്. ഒരു ദിവസം ഇതുപോലെ അല്ലാണ്ട് വരിക, ഭക്ഷണം കഴിക്കാനായിട്ട്. കുക്കിംഗ് ഒന്നും ഷൂട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ എനിക്ക് പറ്റുന്ന എന്തെങ്കിലും. മാസ്റ്റർ പീസ് ആയിട്ടുണ്ടല്ലോ മറ്റേ കട്ട്ലേറ്റ്. ബീഫ് കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കുന്നതിൽ നല്ലതാണ്. ചിക്കൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ചപ്പാത്തി, ദാല്, ചിക്കനൊക്കെ ആയിട്ട് സെറ്റാക്കും നമ്മള്. എന്നെ പറഞ്ഞേക്കല്ലേ ചേച്ചി? അതായിരിക്കില്ലേ നല്ലത് അല്ലേ? വാതിലങ്ങ് തുറന്നോളാം. തുറക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇനി ചേച്ചി എപ്പോഴൊക്കെയാണ് ചേച്ചി വിളിക്കുന്ന വിളിയോർത്ത് കാതോർത്തിരിക്കണം. കണ്ണിൽ എണ്ണ ഒഴിക്കണോ വേണ്ടയോ എന്ന് ചേച്ചി പറഞ്ഞാൽ മതി. അത് നിന്റെ ഇഷ്ടം. വേണമെങ്കിൽ ഒരു 1 ലിറ്റർ ഒഴിച്ചിട്ട് അത് തിരിയിട്ട് കത്തിക്കടാ. തല തല്ലി ചാവണം ആഗ്രഹമുണ്ട്, പക്ഷെ ജീവിച്ച എനിക്ക് പോവാൻ തോന്നണില്ല ചേച്ചിയുടെ ഈ ചളിയും ചേച്ചിയുടെ ഈ സ്നേഹമൊക്കെ കണ്ടിട്ട്. പക്ഷെ ചേച്ചി അല്ലെങ്കിൽ അടിച്ച് പുറത്താക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് പോവാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. വീണ്ടും കാണാം. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും കാണുന്ന പോലെ ചേച്ചിനെ ഇതുപോലെ നേരിട്ട് എനിക്ക് കാണാൻ പറ്റണം. ഇവരൊന്നും വന്നില്ല, നീ വരണം. ഞാൻ വരും. നീ അനുഭവിക്കണം. ഇവരെ കൂട്ടാണ്ട് ഞാൻ വരും. അപ്പൊ അത്ര ഉള്ളായിരുന്നു നമ്മളുടെ ആക്ട്രസ് വരദയുടെ ഹോം ടൂർ വിശേഷങ്ങൾ. ഇതേപോലെ തന്നെ മറ്റൊരു ആർട്ടിസ്റ്റിന്റെ ഇതേപോലുള്ള ഗംഭീര ഹോം ടൂർ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇതേ ചാനലിലൂടെ തന്നെ കണ്ടുമുട്ടും. Till then, take care. This is RJ Gaddafi signing off from Milestone Makers. Tata. Bye bye. Take care.